കുട്ടനാടിൻ്റെ തീരാവേദന. കനത്ത മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. കൈനകരി കൃഷിഭവൻ പരിധിയിലെ കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിലാണ് ഇന്നലെ രാത്രി മട വീണത്. കൃഷിയില്ലാതിരുന്നതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളത്തിലാകും. റൂട്ടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എടത്തുവയിൽ നിന്നുള്ള 2 KSRT സർവീസുകൾ ഇപ്പോൾ നിർത്തിവെച്ചുവെന്ന് കുട്ടനാട്ടിൽ നിന്ന് മനീഷ് മഹിവാൽ അറിയിക്കുന്നു. വെള്ളത്തിൻ്റെ രൂക്ഷത എന്താണെന്ന് മനീഷ് അറിയുന്നു. മനീഷ് മഹിവാൽ, ഗുഡ് മോർണിംഗ്. മനീഷ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമുക്കൊപ്പം മറ്റുള്ളവരും ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്ക് പറയൂ. മനീഷ്. ഗുഡ് മോർണിംഗ് SK. ഞാൻ നിൽക്കുന്ന നിലവിൽ കുട്ടനാട്ടിലല്ല, ആലപ്പുഴ നഗരത്തിലാണ്. കുട്ടനാട്ടിലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ആലപ്പുഴ നഗരത്തിൽ 2018 പോലും വലിയ വെള്ളം കയറാത്ത ഇടങ്ങളിൽ വെള്ളം കയറിയിട്ട് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ മണ്ഡലമാണ്, അമ്പലപ്പുഴ നിയോജക മണ്ഡലമാണ്. ആലപ്പുഴ നഗരസഭയിൽ ഇത് ചുങ്കം പള്ളാത്തുരുത്തി വാർഡാണ്. ഇവിടെയുള്ള 300 മനുഷ്യർ പോകുന്ന ഒരു നടവഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രത്തോളം ദുരിതമാണ് ഇവിടെ. ഈ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ നടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ രീതിയിൽ വെള്ളം ഇവിടെ, പക്ഷേ ഈ വെള്ളം ഇവിടെ ഒഴിവാക്കാം. ഇത് യഥാവിധി ഒഴുകിപ്പോകാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട്. പക്ഷേ ഇവിടുത്തെ മനുഷ്യർക്ക് ഇങ്ങനത്തെ ഒരു ദുർഗതി വന്നിരിക്കുന്നു. ഇത് പാടശേഖരങ്ങളിലെ അടക്കം വെള്ളം സമയാസമയത്ത് ഇവിടെ നിന്നും മോട്ടോർ പമ്പ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഈ ദുരിതം ഇവിടെയുള്ളവർക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. മഴയാണെങ്കിൽ വെള്ളം നിങ്ങൾ അനുഭവിക്കുന്നത്, വെള്ളത്തിൽ കഴിയേണ്ട ഒരു ഗതികേടാണ് എന്നാണ് ഭരണാധികാരികൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇങ്ങനെ ഇവിടെ വരെ കെട്ടിക്കിടക്കാൻ കാരണം? ഇതിപ്പം പുഴ കവിഞ്ഞൊഴുകുകയോ അല്ലെങ്കിൽ തോട് കവിഞ്ഞൊഴുകുകയോ ചെയ്യുന്നതാണെങ്കിൽ അത് പ്രകൃതിയുടെ ആണെന്ന് പറയാം. ഇതിപ്പോൾ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കനിട്ടപ്പാടശേഖരക്കാർ പമ്പ് അടിക്കാത്തത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. അതെ SK. അതായത് ഈ രീതിയിൽ ഇവിടെ നിന്നും കുട്ടനാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു മഴക്കാലം വന്നാൽ അവിടെ വെള്ളം പൊങ്ങുമെന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു മഴ ഇന്നലെ പെയ്തത് ഏകദേശം 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പെയ്ത മഴയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇവിടുന്ന് ഒഴുകിപ്പോകുന്നില്ല. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചീത്ത വെള്ളമാണ്. ഇവിടെ ഇറച്ചി മാലിന്യം അടക്കമുള്ള ഈ സമീപത്തെ എല്ലാ വേസ്റ്റും ഓരോ വീടിൻ്റെ മുൻപിലും ഒക്കെ തന്നെ കുടിവെള്ള ടാങ്കിൻ്റെ ഒക്കെ തന്നെ അവസ്ഥ. കുടിവെള്ള ടാങ്കിൻ്റെ തൊട്ടടുത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നു. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ അസുഖം വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്. എന്താ ഇവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് മദ്രസയിലൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മദ്രസയൊക്കെ അവധി നിന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര അരിക്ക് വെള്ളമാണ്. എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരും. കാലൊക്കെ പൊട്ടിയാൽ ഭയങ്കര സ്മെല്ലാണ് ഈ വെള്ളത്തിന്. ഒരു കടയിലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. സ്കൂൾ തുറന്നാൽ ഞങ്ങൾ എങ്ങനെ പോകാനാണ്? ബാഗൊക്കെ ചുമന്ന് ഈ വെള്ളത്തിൽ കൂടെ നീന്തി പോകണം. SK, എന്നാൽ ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഇവിടുത്തെ ആളുകൾക്കുള്ള ആശങ്ക ഇവിടെയുള്ള കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകും. ഒപ്പം തന്നെ സ്കൂളുകളൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി. ജില്ലയിൽ 21 ക്യാമ്പുകൾ തുടങ്ങിയതിൽ 14 ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളാണ്. അങ്ങനെ ജനങ്ങൾ ദുരിത ജീവിതം അനുഭവിക്കുന്നു. നിങ്ങൾ പരാതി പറഞ്ഞിട്ടൊക്കെ തന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ ഇതായോ? മോട്ടർ വെക്കാന്ന് പറയും. പാടശേഖരത്തിൽ നിറച്ച് അവിടെ അതിലും മേലായിട്ട് നിറച്ച് ഇട്ടേക്കുവാണ്. അത് പറ്റിക്കാൻ പറഞ്ഞിട്ട് അതൊന്നും മോട്ടറൊന്നും വെച്ചില്ല. അവിടെ രോഗിയായ ഞങ്ങൾ 2 പേര് രോഗികളാണ്. അവിടെ ഞങ്ങൾ 2 പേരും അതിനകത്ത് ഇറങ്ങാൻ പറ്റാതെ അതിനകത്ത് ഇരിക്കുവാണ്. ഭർത്താവ് ജോലിക്ക് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ്. മനീഷ്, കുട്ടനാട്ടിലെ ഈ മടവീഴ്ചയുടെ ദുരന്തം കൂടി പറഞ്ഞോളൂ. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? SK, ഈ മടവീഴ്ച ഉണ്ടായിട്ടുള്ളത് കൃഷിയില്ലാത്ത പാടശേഖരത്തായതുകൊണ്ട് തന്നെ അവിടെ വലിയ നാശനഷ്ടമില്ല. കൈനകരിയിലെ കൂലിപ്പുര പാടശേഖരത്തിലാണ് ഈ രീതിയിൽ മടവീഴ്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ റോഡുകളിലും ഒപ്പം തന്നെ 100 കണക്കിന് വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന വാർത്ത കൂടി കുട്ടനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ഞാൻ നിലവിൽ നിൽക്കുന്നത് ഒരു കായലോര പ്രദേശമായ സ്ഥലമാണ്. പക്ഷേ ഈ വെള്ളം ഇവിടെ കയറിയിട്ടുള്ളത്, ചുങ്കം വെള്ളാതുരുത്തിയിൽ വെള്ളം കയറിയിട്ടുള്ളത് മഴയിലെ പെയ്ത്ത് വെള്ളമാണ്. ഇത് ഒഴുകിപ്പോകാനുള്ള മാർഗമില്ലാത്തതാണ് ഇവിടെയുള്ള 100 കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് നമുക്കൊപ്പം ഇടത്തോയിൽ നിന്ന് ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.